ഹായ് ഫ്രണ്ട്സ്, ഈ ഫിലിം തുടങ്ങുന്നത് ഊട്ടിയിലാണ്. കാണുന്ന പയ്യന്റെ പേരാണ് വരുൺ. ഒരു കരാട്ട പഠിപ്പിക്കുന്ന സെന്ററാണ്. പക്ഷേ ഈ പയ്യൻ ഇവിടെ ഉള്ളതല്ല, വേറെ അക്കാഡമിയിലുള്ള ഇവിടെ ഉള്ളവരെ വെല്ലുവിളിക്കുകയാണ്. എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന്. അങ്ങനെ അതിലൊരു പയ്യൻ മുന്നോട്ട് വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ വരുൺ തന്നെയായിരുന്നു അവിടെയും വിജയിച്ചു. അങ്ങനെ അനിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുകയാണ്, നിനക്ക് കഴിയുമെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന കുട്ടിയെ ഒന്ന് വെല്ലുവിളിക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെ അവൻ അവളെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ശ്രുതി ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ അവൾ പുഷ്പം പോലെ തന്നെ അവനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ കരാട്ട അക്കാഡമിയിലെ മാസ്റ്റർ. പക്ഷെ ഇയാൾക്കിപ്പോൾ തീരെ വയ്യ. വേറെ ബന്ധുക്കളോ മക്കളോ ആരുമില്ല. ശ്രുതിയായിരുന്നു അയാളെ നോക്കുന്നത്. ഇതാണ് ശ്രുതിയുടെ ഉറ്റ സുഹൃത്ത്. ഇയാളുടെ പേരാണ് അജിത്ത്. ഇവനൊരു ഷൂ ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു വലിയ ആശ. പക്ഷെ വീട്ടുകാരൊന്നും അതിന് സമ്മതിക്കുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ശ്രുതിക്ക് കരാട്ട മാത്രമല്ലായിരുന്നു വശം, നന്നായിട്ട് കഥയും അവൾ എഴുതുമായിരുന്നു. അങ്ങനെ അവൾ ബുക്കും പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരുണിന് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. കുറെ ഷോകളും കാര്യങ്ങളും ഒക്കെ അവൻ നടത്തുമായിരുന്നു. കുറെ ആരാധകരും അവനുണ്ടായിരുന്നു. ഒരു ദിവസം ഷോയ്ക്കിടെ അജിത്ത് നമ്മുടെ അനിതയോട് ഇഷ്ടമാണെന്ന് പറയുകയാണ്. ആദ്യം അവൾ സ്വീകരിച്ചില്ല, പിന്നെ അത് അവൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പ്രണയ ശ്രുതി എഴുതിയ ബുക്ക് പൂർത്തീകരിച്ചതിന് ശേഷം അവൾ നാട്ടിലേക്ക് വരികയായിരുന്നു. അജിത്ത് അവളെ വരുണിന്റെ മ്യൂസിക് ബാൻഡിൽ ഷോ കാണാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നാൾക്ക് ശേഷമായിരുന്നു അവർ കണ്ടുമുട്ടിയത്. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം മ്യൂസിക് ബാൻഡ് ഒന്നുമല്ലായിരുന്നു, അവന് US ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു. അവരുടെ നിർബന്ധം മൂലം അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി അവൻ അപ്ലൈ ചെയ്തിട്ടുമുണ്ടായിരുന്നു. കിട്ടുന്നവരെ മാത്രം മ്യൂസിക് ബാൻഡ് ചെയ്താൽ മതിയെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ദിവസം അവൻ വഴിക്ക് വെച്ച് ശ്രുതിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയോട് അവളോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവൾ കാശ്മീരിലാണ് ഇപ്പം നിൽക്കുന്നത്. പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായി പോയതായിരുന്നു അവൾ. പക്ഷേ വരുൺ എല്ലാ ഞായറാഴ്ചയും അവളെ കാണാൻ വേണ്ടി കാശ്മീരിൽ പോകും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമായിരുന്നു. രണ്ടുപേരും കാണാതിരിക്കുമ്പോൾ പോലും രണ്ടുപേർക്ക് തമ്മിൽ മറക്കാനേ കഴിയുന്നില്ലായിരുന്നു. പോലെ ഒരു ഞായറാഴ്ച ശ്രുതിയെ കാണാൻ വേണ്ടി വരുൺ വരികയാണ്. അപ്പോൾ ഒരു കഫേയിൽ അവർ നിൽക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഫേയിൽ ടീ കൊണ്ടുവരാൻ വന്ന സ്ത്രീയെ വരുൺ ശ്രദ്ധിച്ചു. ആ സ്ത്രീയോട് അവൻ പറയുകയും ചെയ്ത്, നിങ്ങളെ മൂക്കുത്തിയിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ശ്രുതിയോട് അവൻ പറയുകയും ചെയ്ത്, മൂക്കുത്തിയിട്ട പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്, കണ്ണും പൂട്ടി ഞാൻ ഇഷ്ടമാണെന്ന് പറയും. അവളോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. അതിനുശേഷം അവൻ വീട്ടിൽ വന്നു. അവൻ അയച്ച യൂണിവേഴ്സിറ്റിൻ്റെ റിസൾട്ട് നോക്കുകയാണ്. പക്ഷേ അവൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. കൂട്ടുകാരോട് ഇനി എന്ത് പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു അവൻ. അങ്ങനെ വരുൺ ശ്രുതിയുടെ മെസ്സേജ് പോലും അവഗണിക്കുകയായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അവൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വരുൺ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്. വരുൺ എല്ലാം തുറന്നു പറയുകയാണ് അയാളോട്. US ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റിജക്റ്റ് ആയി. അപ്പോൾ അയാൾ ഒരു വഴി പറയുകയാണ്, ഞാനൊരു ഡിമാൻഡ് നിന്റെ മുന്നിൽ വെക്കാമെന്ന്. എൻ്റെ മോളെ നീ വിവാഹം കഴിച്ചാൽ ആ യൂണിവേഴ്സിറ്റി നിനക്ക് അഡ്മിഷൻ റെഡിയാക്കി തരാമെന്ന്. ആരോടും അയാൾ പറയത്തില്ലെന്നും പറഞ്ഞു. എൻ്റെ മോളും നിന്റെ വീട്ടുകാരും ആരും അറിയത്തില്ലെന്ന്. നീ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്ന് അയാൾ പറയുക. അങ്ങനെ അയാൾ അവനോട് പറയുകയാണ്, നീ ധൃതി വെച്ച് തീരുമാനമൊന്നും എടുക്കണ്ട, എല്ലാം ആലോചിച്ചിട്ട് അയാൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയെന്ന് പറയുക. അതേസമയം തന്നെ ഇവിടെ ശ്രുതി അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പക്ഷെ ഫോൺ പോലും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവൾ വിഷമിച്ച് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം അവൻ US പോകാൻ പാക്ക് ചെയ്യുകയായിരുന്നു. അപ്പം തന്നെ അവനെ അന്വേഷിച്ച് അവൾ അവിടെ വീട്ടിലേക്ക് വരിക. അവൻ അവൻ്റെ ജോലിക്കാരനെ പറഞ്ഞു വിടുകയാണ് അവൻ അവിടെ ഇല്ലെന്ന് പറയാൻ വേണ്ടി. വീട്ടിൽ വരെ പേടിയായിട്ട് പോലും അവന് മൂക്കുത്തി ഇഷ്ടമായതുകൊണ്ട് മൂക്കുത്തി വരെ കുത്തിയിട്ടായിരുന്നു അവൾ അവിടെ പോയത്. ഇങ്ങനെ അവളോട് ചെയ്യുന്നത് അവൾക്ക് സഹിക്കാനേ കഴിയുന്നില്ലായിരുന്നു. ഇവിടെ അവന് ഒരു വിഷമവുമില്ലാതെ അവൾ എഴുതിയ ബുക്ക് എടുത്ത് കളയുകയാണ്. ദിവസം അവൾക്കൊരു കോള് വരികയായിരുന്നു. അത് അവളുടെ ഫ്രണ്ട് അനിതയായിരുന്നു. അനിത പറയുകയാണ്, അവൾ US പോകുന്നത് നീ അറിഞ്ഞു. അവൾക്കത് ശരിക്കും ഒരു ഷോക്കായി പോയി. ഒന്നും നോക്കാതെ തന്നെ അവൾ മഴയെ തോടുകയാണ് അവൻ്റെ അടുത്ത്. അച്ഛനും അമ്മയും എല്ലാമായിട്ട് അവൻ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കാതെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അച്ഛൻ പറയുകയാണ്, എന്തായാലും ആ പ്രശ്നം തീർത്തിട്ട് ആ പെൺകുട്ടി മഴയത്ത് നിൽക്കുകയാണെന്ന്. അവരുടെ നിർബന്ധം കൊണ്ട് അവൻ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. ഞാൻ എന്തോ തമാശയ്ക്ക് പറഞ്ഞെന്ന് വിചാരിച്ച് നീ അതും കേട്ടുകൊണ്ട് എന്തിനാ എൻ്റെ പുറകെ വരുന്നത്, എന്നോട് ഇപ്പോൾ ഒരു ഫീലിങ്സും ഇല്ല എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. അവൾക്ക് ശരിക്കും അതൊരു വിഷമമായി മാറി. അതേസമയം തന്നെ അവളുടെ മാസ്റ്റർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയോടെ കേട്ടപ്പോൾ ശരിക്കും അവൾ തളർന്നുപോയി. അവൾക്ക് ആരോരുമില്ലെന്നുള്ളൊരു തോന്നലായിപ്പോയി അവൾക്ക്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാർത്തിക്കും അനിതയും ബ്രേക്കപ്പ് ആവുകയാണ്. അതേസമയം തന്നെ അവിടെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചെന്നും അവൾ പറയുകയാണ്. അങ്ങനെ ശ്രുതി പഴയ കാലത്തിലെ എല്ലാ വേദനകളും മറന്ന് ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. അവൾ വരുണിൻ്റെ ഒപ്പം പോകാൻ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു താജ്മഹൽ. മൂക്കുത്തിയെ തൊട്ടപ്പോൾ അവൾക്ക് ശരിക്കും പഴയ ആ വേദനകളെല്ലാം ഒരു നിമിഷം ഓർമ്മ വന്നു. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാണ് തോന്നുന്നത്. പുതിയ ബുക്കിൻ്റെ പ്രസിദ്ധീകരണമൊക്കെ കഴിഞ്ഞ് ശ്രുതി നാട്ടിലെത്തുകയാണ്. അങ്ങനെ വഴി വെച്ച് ഒരാളെ കാണുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? പറയാണ്, ഞാൻ ഈ വണ്ടിയിലുള്ള ആളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വഴി പോയപ്പോഴത്തേക്ക് കൽക്കരി താഴെ വീഴുന്ന കണ്ടു. അങ്ങനെ അയാളെ പിന്നെയും അവൾ ലൈബ്രറി വെച്ചും കണ്ടു. അന്വേഷിച്ചപ്പോഴാണ് വലിയൊരു ബുക്ക് പ്രസിദ്ധീകരിച്ച ഒരാളാണെന്ന്. അവളും അയാളുടെ ബുക്ക് കണ്ടുപിടിച്ച് വായിച്ചു. പിറ്റേ ദിവസം അയാളെ നേരിട്ട് കണ്ടപ്പോൾ അവളത് പറയുകയും ചെയ്തു, നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവർ പിന്നെയും ഒരുപാട് പ്രാവശ്യം കണ്ടു. അങ്ങനെ അവർ തമ്മിൽ നന്നായിട്ട് അടുത്തു പോയായിരുന്നു. ഒരു അടുപ്പവും ഇഷ്ടവും അവനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനോട് പറയുന്നതിന് മുന്നേ അമ്മയെ അറിയിക്കണം നമുക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം അമ്മയോട് പറയാൻ വേണ്ടി അവൾ പോവുകയായിരുന്നു. പക്ഷേ അവൾ കണ്ടത് അമ്മ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അമ്മയ്ക്കൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി അവരെ വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തയും പറയരുതെന്ന്. അവൾ സഞ്ജയോടുള്ള ഇഷ്ടം അമ്മ അറിയണ്ടെന്ന് പറഞ്ഞ് അവൾ അത് മൂടി വെക്കുകയാണ് അമ്മയോട്. പക്ഷേ ഇവളുടെ വിഷമം അറിയുന്നത് കൊണ്ട് അനിതയും കാർത്തിക്കും കൂടി അമ്മയോട് ഈ സത്യങ്ങളൊക്കെ പറയുകയാണ്.
അമ്മ സഞ്ജയെ കാണാൻ വേണ്ടി സഞ്ജയുടെ വീട്ടിൽ പോയി. അങ്ങനെ അവർ കല്യാണം പറഞ്ഞു ഉറപ്പിച്ചു. അവനൊരു കത്തും അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ കത്ത് കൊടുത്തപ്പോഴാണ് ഇത്രയും നാളും പറയാത്തൊരു രഹസ്യമുണ്ടായിരുന്നു എന്ന് പറയും. ശ്രുതിയെ അവൻ ആദ്യമായിട്ടല്ല കാണുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ശ്രുതി അറിയാമെന്ന് പറയും. അവനൊരു അനാഥ പയ്യനായിരുന്നു. ആരോരുമില്ലാത്ത ഓർഫണേജിലായിരുന്നു വളർന്നത്. അങ്ങനെ അവന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തത് ഒരു ചേച്ചിയായിരുന്നു. അവൻ്റെ സ്വന്തം ചേച്ചിയെ പോലായിരുന്നു അവർ. ഇതിലെ എഴുതാനുള്ള കഴിവൊക്കെ തിരിച്ചറിഞ്ഞത് ആ ചേച്ചിയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവന് കരാട്ടയൊക്കെ പഠിക്കണമെന്ന്. അങ്ങനെ ആ ചേച്ചി അവനെ അവിടെയും കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശ്രുതിയുള്ള കരാട്ട സെൻറ്ററിൽ തന്നെയായിരുന്നു. മുതലേ ശ്രുതിയെ അവന് ഇഷ്ടമായിരുന്നു നമ്മൾ പറയുകയാണ്. ദിവസം എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് ഇഷ്ടം പറയാൻ ചെല്ലുകയായിരുന്നു. അന്ന് വരുൺ US പോകുമ്പോൾ മഴയത്ത് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമായിരുന്നു അവനന്ന് കണ്ടത്. ആണ് അവൻ അറിഞ്ഞത് അവർ തമ്മിൽ പിരിഞ്ഞെന്ന്. യാദർശികം എന്ന പോലെ അവൻ കുപ്പയെ നോക്കിയപ്പോഴത്തേക്ക് ശ്രുതി എഴുതിയ ബുക്ക് അവൻ്റെ കണ്ണിൽ പെടുകയായിരുന്നു. വലിച്ചെറിഞ്ഞത് വരുണായിരുന്നു. ഇതെല്ലാം അവളോട് പറയുകയാണ് കത്തിലൂടെ. അന്നാണ് സഞ്ജയ് മനസ്സിലാക്കിയത് എഴുത്തിലൂടെ മാത്രമേ ശ്രുതിയുടെ അടുത്ത് എത്തിച്ചേരാൻ കഴിയത്തുള്ളെന്ന്. അങ്ങനെ അവൻ എഴുതാൻ തുടങ്ങി. താൻ അറിയാതെ പോലും തൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ആ കത്തിലൂടെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് അവൾ അവൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷമായി. അനാഥനായി തന്നെ അവൾ സ്നേഹിച്ചപ്പോൾ